ആറന്മുള കരകളിലെ പുത്തൻ തലമുറയെ നീന്തൽ പഠിപ്പിക്കാൻ പള്ളിയോട സേവാ സംഘം മാതൃഭൂമിയുമായി സഹകരിച്ച് ക്രമീകരിക്കുന്ന 3 ദിവസത്തെ പരിശീലനം ചൊവ്വാഴ്ച തുടങ്ങാൻ പോവുകയാണ്. റാന്നി ഇടക്കുളം മുതൽ ആലപ്പുഴ ചെന്നിത്തല വരെ 52 പള്ളിയോടക്കരകളിലെ പുത്തൻ തലമുറയെ നീന്തൽ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പള്ളിയോട സേവാ സംഘം. 5ാം ക്ലാസ് മുതൽ +2 തലം വരെയുള്ള കുട്ടികൾക്കാണ് അവസരം. പിന്നിട്ട് 2 വർഷത്തിനിടെ പള്ളിയോടത്തിൽ കയറിയ 3 പേർ വെള്ളത്തിൽ വീണ് നീന്തൽ വശമില്ലാത്തതിനാൽ മുങ്ങി മരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, പോലീസ് എന്നിവയുടെ കൂടി സഹകരണത്തോടെ പരിശീലനത്തിന് തുടക്കമിടുന്നത്. നീന്തൽ പരിശീലനം കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ സംസ്കാരവുമായി പള്ളിയോടവുമായി വള്ളസദ്യ വരുന്ന കാലങ്ങൾ വരികയാണ്, വള്ളംകളി വരികയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികളൊക്കെ യഥേഷ്ടം ഈ വള്ളത്തിൽ കയറുന്നവരാണ്. അപ്പോൾ അവരെ പ്രാപ്തരാക്കി നീന്തൽ വശപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പള്ളിയോട സേവാ സംഘം ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. ധാരാളം കുട്ടികൾ ഇതിനുവേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പരിശീലനത്തിന് മുന്നോടിയായി ഫയർഫോഴ്സ് സംഘം സത്രക്കടവിൽ പരിശോധന പൂർത്തിയാക്കി. വെള്ളത്തിന്റെ നിലയിൽ തൃപ്തി അറിയിച്ചിട്ടുണ്ട്. അടിത്തട്ടിൽ കുഴികൾ ഏതുമില്ലെന്നും ഉറപ്പാക്കി. ഈ പള്ളിയോട സേവാ സംഘവും മാതൃഭൂമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനത്തിന്റെ നമ്മുടെ സൗകര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒഴുക്കുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഫെൻസൊക്കെ ചെയ്തുകൊണ്ട് സുരക്ഷാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാവിലെ 9-ന് തുടങ്ങുന്ന പരിശീലനം ഉച്ചയോടെ അവസാനിക്കും. പരിശീലനം സൗജന്യമാണ്. പങ്കെടുക്കുന്നവർക്ക് ഉച്ചഭക്ഷണമടക്കം ലഭ്യമാക്കും. താൽപ്പര്യമുള്ള കുട്ടികളോ അവരുടെ രക്ഷിതാക്കളോ പള്ളിയോട് സേവാ സംഘവുമായി ബന്ധപ്പെടണം. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആറന്മുളയിൽ വഞ്ചിപ്പാട്ട് കളരിയുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.